അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സിയോൻ മാളികയിൽ വെച്ച് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ അങ്ങയുടെ ദിവ്യമഹത്വത്താൽ ഈ വ്യാസക്രാവടികൾ വിശുദ്ധീകരിക്കണമേ. ഇവിടെ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളാൽ അങ്ങേ ദാസരുടെ പാപങ്ങൾ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. അങ്ങയുടെ ആഗമനത്താൽ ഭൂമിയെ സ്വർഗവുമായി രഞ്ജിപ്പിച്ച കർത്താവേ, കുരിശുമരണം വഴി അങ്ങ് വീണ്ടെടുത്ത സഭയെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ച് അതിൽ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ത്രോസാകുന്ന പാറമേൽ അങ്ങ് പണിതുയർത്തിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വ്യാസക്രാവടികളും ഏറ്റവും അവസാനത്തെ സ്റ്റേഷനിനോടനുബന്ധിച്ച് സമർപ്പിച്ചിരിക്കുന്ന മിശിഹാതമ്പുരാന്റെ സ്റ്റാച്യുവും കാരുണ്യപൂർവ്വം ആശീർവദിച്ച് പൗത്രീകരിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെയും യോഹന്നാൻ മാംദാനായുടെയും വിശുദ്ധ അൽഫോൻസാമിയുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അത് അവിശ്വാനുസരണം നമ്മൾ പ്രാർത്ഥിക്കുകയും ആ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യുക പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ര അപൂർവ സ്വഭാവമുള്ള കാര്യമല്ല അത്. ഇവിടെ ഇന്ന് പുറത്ത് ഈ മലകയറ്റം പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൽ നമ്മൾ ഈ കുരിശിൻ്റെ വഴികൾ മനോഹരമായിട്ട് സ്ഥാപിച്ച് മുകളിൽ ഈശോമിശിഹായുടെ പ്രതിച്ഛായ രൂപം നമ്മൾ ആശീർവദിച്ച് സമർപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ വേദനയാണ് ഒരർത്ഥത്തിൽ ഈ കുരിശിൻ്റെ വഴിയിലും നമ്മളും മനസ്സിലെടുക്കുന്നത്. അർണോസ് പാതിരി അമ്മയുടെ വേദന മനസ്സിൽ കണ്ട് എഴുതിയല്ലോ, ചിന്ത വെന്ത കണ്ണിൽ നിന്ന് ചിന്തി വീഴും കണ്ണുനീര്. നമ്മളുടെ ബുദ്ധിയില് ചിന്തയില് അത് വെന്ത് തീയിൽ വീണതുപോലെ നമ്മുടെ ബുദ്ധി കിടക്കുമ്പോൾ ചിന്ത വെന്ത കണ്ണിൽ നിന്ന് ചിന്തി വീഴുന്നത് കണ്ണുനീരാണ്. കർത്താവ് പോയ വഴികളിലെല്ലാം സ്ത്രീകള് വാവിട്ട് കരഞ്ഞിരുന്നു. ഭക്തസ്ത്രീകള് കരഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചും
നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങൾ കരയുവിൻ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെ ഓർത്ത് മക്കളെ പോലെ നിങ്ങൾ താലോലിക്കുന്ന നിങ്ങളിലെ തിന്മകളെ ഓർത്ത് നിങ്ങൾ കരയണം. കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ടത് ഈശോയുടെ രൂപമാണ്. അങ്ങനെ നമ്മളും ട്രൂ ഐക്കൺ ഓഫ് ജീസസ് ആയിട്ട് മാറണം, വെറോനിക്കാമാരായിട്ട് മാറണം. അത് കേവലം ഒരു സ്ത്രീയുടെ പേര് മാത്രമാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ലോകാവസാനം വരെ പുരുഷന്റെ വഴിയെ പോകുന്ന ഏതൊരു വ്യക്തിയും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും വെറോനിക്ക ആയിരിക്കണം. ഭക്തസ്ത്രീകളുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളുമെല്ലാം ഈശോ കണ്ടപ്പോഴും നമുക്കുണ്ടാകേണ്ട മാനസാന്തരത്തെക്കുറിച്ചാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. കാൽവരിയിലെ വിശുദ്ധരായ 2 അൽമായരും അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് അറിവുള്ളതാണല്ലോ. ഈശോയെ അടക്കിയ സ്ഥലവും ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും അതിനോട് സഹകരിച്ച വ്യക്തിയുമെല്ലാം അത് ആ അൽമായര് എന്നും ലോകത്തിൻ്റെ അവസാനം വരെയുള്ള എല്ലാ അൽമായക്കാർക്കും ഒരു മാതൃക ആകേണ്ടതാണ്. ക്യൂറീൻകാരൻ യോസഫും കദീമൂസും. അങ്ങനെ നമ്മൾ ഈ ശ്രീവാപാതയിൽ നമ്മൾ കണ്ടെത്തേണ്ട വഴികൾ നമ്മൾ ആ സ്റ്റേഷനിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ, നല്ല വ്യക്തികളുടെ ആ മനസ്സാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അത്തരം സമീപനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ലോകത്തിൻ്റെ പ്രവണതയാണ് നമ്മൾ അവിടെ കാണുന്നത്. ബറാബാസ് എന്ന വാക്കിൻ്റെ അർത്ഥവും അപ്പൻ്റെ മകൻ എന്നാണ്. ബർ ആബ യഥാർത്ഥത്തിൽ ഈശോയാണ് അപ്പനായ പിതാവിൻ്റെ ഏകമകൻ ബറാബാസ്. അവിടെ നമുക്ക് മുമ്പിലുള്ളൊരു ചോദ്യം അന്നിട്ട് തരികയാണ്. നമുക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് കൊലപാതകിയായ കലഹപ്രിയനായ ബറാബായെയാണ്, ആ അപ്പൻ്റെ മകനെയാണ്. അങ്ങനെ ജീവിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. യഥാർത്ഥ മകനായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ട. ലോകത്തിൻ്റെ ഒരു ചിന്തയാണ് ഇന്നും പലപ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ള തിന്മകളെ വിട്ടുകളഞ്ഞ് ഈശോയുടെ വഴി കണ്ടെത്താനുള്ള ഒരു വലിയ അവസരമാണ് ശ്രീവാപാത. ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ്. 30 വർഷങ്ങൾ ഈശോ രഹസ്യമായിട്ട് ജീവിച്ചു. ഈശോയ്ക്ക് ചെയ്യാനുണ്ടായിരുന്ന ജോലിയിലേക്കുള്ള ഒരു ഒരുക്കമായിരുന്നു അത്. അവിടുന്ന് ഒരിക്കലും തിടുക്കം കാണിച്ചില്ല. ഈശോ ഒരിക്കലും ഷോർട്ട് കട്ട് എടുത്തില്ല. ഈ മലയിലും വേണേ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് മുകളിൽ ചെല്ലാമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള വഴി എടുക്കാനല്ല ഈശോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ ഈ നേരായി കിടക്കുന്ന ഈ മല കയറാനാണ്, ഷോർട്ട് കട്ട് എടുക്കാനല്ല. ഈശോ വളരെ തിടുക്കം ഒന്നിനും കാണിച്ചില്ല. പക്ഷേ 33 വർഷങ്ങൾ കൊണ്ട് എല്ലാം പൂർത്തിയാക്കാം എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. മാമോദിസ കഴിഞ്ഞ് ശാസനാൽ പരീക്ഷിക്കപ്പെടാൻ പോയ അവസരത്തിലും 1-2 നിമിഷങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് ഈശോയ്ക്ക് അതിൽ നിന്ന് മാറാമായിരുന്നു. പക്ഷേ ഈശോ അത് ചെയ്തില്ല. നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മളൊരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഒരുക്കം വേണം. വേദനകൾ സ്വീകരിക്കാനും സഹിക്കാനും നമുക്ക് കരുത്ത് വേണം. വളരെ സാവകാശം പഠിച്ച് ഒരുങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ് പലതും. അതിന് നമുക്ക് ട്രെയിനിങ് വേണം. ക്ഷമാപൂർവ്വം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പരിശീലന കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമുക്കൊരു മെച്ചുറേഷൻ, ഒരു പക്വതപ്പെടൽ ആവശ്യമാണ്. അതെല്ലാമാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോഴാണ് ഈ മല കയറ്റത്തിൻ്റെ ഈ പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈശോയെ നമ്മൾ
ഹൃദയത്തിലാണ് എടുക്കുന്നുള്ള ആ ഒരു വലിയ ശബ്ദത്തിലേക്ക് നമ്മൾ വരുന്നത്. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അതാണ് നമ്മളുടെ ഈ ഇടവകയുടെ പ്രത്യേകത. നല്ല ഐഡൻറ്റിറ്റിയുള്ള കുലീനത്വമുള്ള ധാരാളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നല്ലൊരു പ്രദേശമാണിത്. അവിടെ ബഹുമാനപ്പെട്ട ലൂക്കോസച്ചന് നല്ല മാതൃക, നല്ല കുർബാനയർപ്പണവും വചനപ്രഘോഷണവും നല്ല ഇടപെടലുകളും എല്ലാം വഴി അച്ഛൻ ഉത്തരവാദിത്വപൂർണ്ണതയോടുകൂടി ഒരു പാസ്റ്ററൽ ആക്ടിവിറ്റിയാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമാണ്. ഞാനിവിടെ തിരുപ്പെട്ട് ശുശ്രൂഷിക്കും, വിശീത്തേക്കും മറ്റ് പൂമ്പാലായ്ക്കും ഒക്കെ പലതവണ ഇവിടെ വന്നതാണ്. അപ്പോഴെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും ഈ അച്ഛനോടുള്ള നിങ്ങളുടെ അടുപ്പവും എല്ലാം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഈ മണിക്കൂറുകൾ നല്ല പ്രാർത്ഥനയുടെ അവസരമാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്ക് ഓശാനയിലൂടെ നമ്മളുടെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മളുടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ, പീഡാനുഭവ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം. അത് നമ്മുടെ ദൈവാരാധന ക്രമത്തിൻ്റെ ഏറ്റവും സമുചിതമായ പ്രാർത്ഥനകളും ചിന്തകളുമാണ് അതിനകത്തുള്ളത്. അതിലേക്കുള്ള ഒരു ഒരുക്കമാണ് ഈ ശ്രീവ പാദ സമർപ്പണവും പ്രാർത്ഥനയും മലകയറ്റവും എല്ലാം. നിങ്ങൾക്ക് ഈശോ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ, പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനപ്പെട്ട വികാരിച്ചനെയും ശിമാച്ചനെയും മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിച്ച് എല്ലാവരെയും യോഹന്നാൻ മംദാനായിക്കും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സംഹരിക്കും. വളരെ സ്നേഹത്തോടെ പിതാവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇടവസംഭവത്തിന് മുഴുവൻ പേര് നന്ദി പറയുകയാണ്. നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നു. നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരു മടിപ്പും കൂടാതെ നിങ്ങൾ വന്നു, ഇത്രയും സമയം ചെലവഴിച്ചു. നമ്മുടെ സ്വന്തമായിട്ട് നിങ്ങൾ ഇതിനെല്ലാം കരുതുന്നതുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമസ്കാരം. എൻ്റെ പേര് ആൽബിൻ ഇടമനശ്ശേരി. ഞാൻ രാമപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ചിറകണ്ടം വാർഡ് മെമ്പർ കൂടിയാണ്. അപ്പം നമ്മുടെ ഈ ഫാത്തിമാരി കുരിശുമല സ്ഥിതി ചെയ്യുന്നത് ചിറകണ്ടം ഗാന്ധിപുരം വാർഡിൻ്റെ അതിർത്തിയിലാണ്. ഈ മലമുകളിൽ വളരെ പുരാതനമായ ഒരു കപ്പേനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദ്യകാലത്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് മലമുകളിലേക്ക് ഉള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ പരിപാലനവും മെയിൻ്റനൻസും ഒക്കെ നടത്തി വരുന്നത്. പിന്നെ നമ്മുടെ പ്രദേശവാസികളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് നമ്മുടെ അടിവാരത്തുള്ള ബസ് സ്റ്റോപ്പിന് നമ്മുടെ കുരിശുമലയുടെ പേര് നൽകണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ടായി. ഞാനത് പഞ്ചായത്ത് കമ്മിറ്റി ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടുത്തെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടിവാരത്തുള്ള ബസ് സ്റ്റോപ്പിന് ഫാത്തിമാരി കുരിശുമല ജംഗ്ഷൻ എന്ന് പേര് നൽകുകയും ചെയ്യുകയുണ്ടായി. ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് രാമപുര ഫൊറാനപ്പള്ളിയുടെ അണ്ടറിൽ വരുന്ന ഏഴാച്ചേരി സെൻറ് ജോൺസ് ബാപ്റ്റിസം ചർച്ചിൻ്റെ ഏരിയയിലാണ് നമ്മുടെ ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. രാമപുരം ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. നമ്മുടെ ഈ ഇവിടെ വരുമ്പോൾ വളരെ വലിയൊരു വ്യൂ ആണുള്ളത്. ഒട്ടനവധി പള്ളികൾ, രാമപുരം ഫൊറോന പള്ളി, ചക്കാമ്പുഴ പള്ളി, അങ്ങനെ ഒത്തിരി പള്ളികളും അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു വ്യൂ ആണ് നമുക്ക് ഈ കുരിശുമലയുടെ മേളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വരുന്ന ആളുകളിൽ ഈ മേഖലയൊക്കെ തന്നെ ഒരു ടൂറിസം മേഖലയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രായമായ കുട്ടികൾക്കുമൊക്കെ വളരെ ഈസി ആയിട്ട് മലമുകളിലെത്താൻ 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളിൽ നമുക്കിവിടെ എത്താവുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ച വളരെ ജനപങ്കാളിത്തത്തോടുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ വർഷം വളരെ വലിയ ആൾക്കൂട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനി ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ല കൽപ്പിച്ച നായക നിന്നു